കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 2 സീറ്റിന് വേണ്ടിയുള്ള അതിരൂക്ഷ പോരാട്ടത്തിൽ നേർക്കുനേർ വരുന്നത് ബി.ജെ.പിയും കോൺഗ്രസും. കടൽ തീരങ്ങളുടെ മായിക ഭംഗിയാൽ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ ഗോവയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വടക്കൻ ഗോവയും ദക്ഷിണ ഗോവയും. തൊട്ടടുത്ത് കിടക്കുന്ന മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ വമ്പൻ സംസ്ഥാനങ്ങളെ പോലെ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം മാറ്റാൻ തക്ക സീറ്റ് ബലമില്ലെങ്കിലും രാജ്യത്തെ പ്രധാന പാർട്ടികൾ തന്നെയാണ് ഇവിടെയും ചിരവൈരികൾ. ആം ആദ്മി പാർട്ടി, ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവയുടെ സാന്നിധ്യവും ഈ ചെറു സംസ്ഥാനത്തുണ്ട്. 7 ഘട്ടങ്ങളുള്ള തിരഞ്ഞെടുപ്പിൽ 3-ാം ഘട്ടത്തിലാണ് ഗോവ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 1999 മുതൽ 5 തവണയായി ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റാണ് നോർത്ത് ഗോവ. 1962 മുതൽ കോൺഗ്രസിനെ പിന്തുണച്ച ദക്ഷിണ ഗോവയാകട്ടെ അതിനെതിരായി ചിന്തിച്ചത് 1999-ലും 2014-ലുമാണ്. ഈ 2 വർഷവും ബി.ജെ.പിയെയാണ് ദക്ഷിണ ഗോവ വിജയിപ്പിച്ചത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ സൗത്ത് ഗോവയിൽ എ.എ.പി സഖ്യം അവർക്ക് അനുകൂല ഘടകമാണ്. എം.ജി.പി, ജി.എഫ്.പി തുടങ്ങിയ പ്രാദേശിക കക്ഷികളുടെ വോട്ടും ഇവിടെ നിർണായകമാണ്. ജി.എഫ്.പിയും എ.എ.പിയും നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. 2014-ലെ തിരഞ്ഞെടുപ്പിൽ വടക്കൻ ഗോവയിൽ 1 ലക്ഷത്തിലധികം വോട്ടിനും ദക്ഷിണ ഗോവയിൽ 32,000-ലേറെ വോട്ടിനുമാണ് ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ജയിച്ചത്. 2019-ലെ തിരഞ്ഞെടുപ്പിൽ ദക്ഷിണ ഗോവ കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായ ദക്ഷിണ ഗോവ പിടിക്കാൻ ബി.ജെ.പി ഇത്തവണ ഇറക്കുന്നത് ഒരു വനിതാ സ്ഥാനാർത്ഥിയെയാണ്, പല്ലവി ഡെംപോ. ഗോവയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായൊരു വനിതാ സ്ഥാനാർത്ഥി മത്സര രംഗത്തേക്ക് എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. 49-കാരിയായ പല്ലവി റിയൽ എസ്റ്റേറ്റ് മുതൽ കപ്പൽ നിർമ്മാണത്തിലേക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ഡെംപോ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീനിവാസ് ഡെംപോയുടെ ഭാര്യയും ഡെംപോ ഇൻഡസ്ട്രീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. കത്തോലിക്ക വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള ദക്ഷിണ ഗോവയിൽ അവരുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് പല്ലവിയെ ഇറക്കിയിരിക്കുന്നത്. ബി.ജെ.പിയെ കടത്തിവെട്ടുന്ന സർപ്രൈസ് നീക്കമാണ് കോൺഗ്രസ് ദക്ഷിണ ഗോവയിൽ നടത്തിയത്. 4 തവണ എം.പിയും സിറ്റിംഗ് എം.പിയുമായ ഫ്രാൻസിസ്കോ സർഡിൻഹോയെ മാറ്റി മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ വിരിയാറ്റോ ഫെർണാണ്ടസിന് സീറ്റ് നൽകി. വടക്കൻ ഗോവയിൽ 5 തവണ എം.പിയായ ഷിർപാത് നായിക്കിനെ ബി.ജെ.പി പുനർനാമകരണം ചെയ്തപ്പോൾ മുൻ കേന്ദ്രമന്ത്രി രമാകാന്ത് ഘാലബിനെയാണ് കോൺഗ്രസ് കളത്തിലിറക്കിയത്. കോൺഗ്രസിനും ബി.ജെ.പിക്കും ഭീഷണിയായി ആർ.ജെ.പിയും ഗോവയിൽ കളം പിടിക്കാനായി രംഗത്തുണ്ട്. 2 മണ്ഡലങ്ങളും ആർ.ജെ.പി സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുണ്ട്. 2022-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയ ആർ.ജെ.പി 9.5% വോട്ട് നേടിയിരുന്നു.